കൃഷ്ണായനം 12. ക്രൂരതയുടെ തുടക്കം. വ്രജഭൂമി സന്തോഷത്തിലായിരുന്നു. ഗ്രാമത്തിൽ ആനന്ദം തുടിച്ചു നിന്നു. തൈർക്കുടങ്ങളുമായി അബലകൾ നീങ്ങിക്കൊണ്ടിരുന്നു. പൊടുന്നനെ എല്ലാം നിശ്ചലമായി. വസുദേവരുടെ ഹൃദയത്തിൽ വെള്ളിടി വീണു. യമുനയുടെ തടത്തിൽ നിന്ന് ആഹ്ലാദം കുടിയിറങ്ങി. ദേവകി തോരാതെ കരയുകയാണ്. ദേവകിയുടെ കണ്ണുകളിൽ ശ്മശാനത്തിലെ ജീർണത പടർന്നു കയറി. വിധിവിഹിതമാണ്, തടയുവാൻ ആർക്കാണ് കഴിയുക? ശോകത്തിൻ്റെ നിമിഷങ്ങൾ. ഗർഗാചാര്യൻ എത്തി. വസുദേവരുടെ കണ്ണിലും നനവ്. ആനകദുന്ദുബി പ്രണമിച്ചു. ആചാര്യൻ പറഞ്ഞു, വസുദേവരെ, മാനവ വംശത്തിൽ ആരും അനുഭവിക്കാത്ത വേദനയാണ് നിങ്ങൾക്കുള്ളത്. വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ദുഃഖം പരിഹരിക്കുവാനാവുകയില്ല. എങ്കിലും പറയുകയാണ്, ചില ദുഃഖങ്ങൾ നാം അനുഭവിച്ച് തീർത്തേ മതിയാവൂ. നിങ്ങൾ വിശിഷ്ടരാണ്. ശ്രേഷ്ഠമായ ഒന്നിനു വേണ്ടി ഉലയിൽ ഊതി കാച്ചുന്ന പൊന്നുപോലെ വേദനയിൽ നിങ്ങളെ ഉരുക്കി തെളിക്കുകയാണ്. എല്ലാം വിധിയെന്ന് കരുതി ആശ്വസിക്കുവിൻ. മനുഷ്യരിൽ ദുഃഖമില്ലാത്തത് ആർക്കാണ്? എല്ലാവരും ഓരോ തരത്തിലുള്ള കഷ്ടപ്പാടിൻ്റെ പര്യായങ്ങൾ മാത്രം. ആചാര്യൻ്റെ വാക്കുകൾ അവരിൽ ആശ്വാസത്തിൻ്റെ തേൻമഴ ചൊരിഞ്ഞു. വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും കംസൻ്റെ കൊട്ടാരത്തിലെത്തി. പട്ടിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കംസൻ്റെ പാദപീഠത്തിൽ വച്ചു. വസുദേവർ കംസനെ നോക്കി. വസുദേവർക്ക് കാര്യം ബോധ്യമായി. കുഞ്ഞിനെ വിട്ടുതന്ന കംസനല്ലിത്, ഇവൻ രാക്ഷസൻ തന്നെ. കോപം കൊണ്ട് കത്തിക്കാളുകയാണ് മധുരേശൻ. ചൊടിച്ചുകൊണ്ട് കംസൻ പറഞ്ഞു, എന്നെ വധിക്കുവാൻ ഇവനും പങ്കുകാരനാവാം. ഇല്ല, എന്നെ കബളിപ്പിക്കുവാനാവുകയില്ല. എല്ലാത്തിനെയും ഞാൻ തകർക്കും. ആരവിടെ? മുറ്റത്ത് ഒരു വട്ട ശിലയൊരുക്കോ, വേഗമാകട്ടെ. കുഞ്ഞ് അപ്പോഴും കണ്ണും പൂട്ടി ഉറങ്ങുകയായിരുന്നു. വസുദേവർ അതിൻ്റെ മുഖത്ത് നോക്കി നിന്നു. പുഞ്ചിരിക്കുന്ന മുഖം. എന്തോ സ്വപ്നം കണ്ടവൻ ചിരിക്കുകയാണ്. വദനത്തിൽ വിരിഞ്ഞ മുല്ലപ്പൂ ഒപ്പിയെടുക്കുവാൻ വസുദേവർ ആഞ്ഞു. പിന്നെ സ്വയം നിയന്ത്രിച്ച് നിവർന്നു നിന്നു. വേണ്ട, അവനെ ഉണർത്തേണ്ട. ഉണരാതെ തന്നെ അവൻ മരിക്കട്ടെ. ഉണർന്നാൽ കരയും. വധിക്കുന്നവർ കാലിൽ പിടിക്കുമ്പോൾ വേദനിച്ച് നിലവിളിക്കും. വേണ്ട, അവൻ ഉറങ്ങട്ടെ. അവനെ ദൂരെ നിന്ന് കണ്ടാൽ മതി. വസുദേവരുടെ ഹൃദയം വിങ്ങി. എൻ്റെ പൊന്നുമോനെ, ഈ ഹതഭാഗ്യരുടെ മകനായതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ദുർഗതി വന്നത്. ഈ പിതാവിനോട് ക്ഷമിക്കൂ. വസുദേവർ വദനം പൊത്തി മാറി നിന്നു. അദ്ദേഹം അറിയാതെ ബാഷ്പധാര ഒഴുകിക്കൊണ്ടിരുന്നു. വിവരം കാട്ടുതീ പോലെ പരന്നു. കേട്ടവർ ഞെട്ടി. അവർ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടി. വാർത്ത ഇതായിരുന്നു: ദേവകിയുടെ മകനെ കംസൻ വട്ടശിലയിൽ തല്ലിക്കൊല്ലുവാൻ പോകുന്നു. വാർത്ത കേട്ടവർ ആദ്യം സത്യമാണെന്ന് കരുതിയതുമില്ല. പക്ഷേ വാർത്ത സത്യമെന്ന് കേട്ടതോടെ അന്ധകരും വൃഷ്ണികളും ഒരുപോലെ ഞെട്ടി. അവരിൽ കഠിനമായ നിശ്ചലത പകർന്നു. ശിശുഹത്യ മധുരയെ നരകത്തിൽ താഴ്ത്തുമെന്ന് അവർ ഉറക്കെ പറഞ്ഞു. ഏക ഛത്രാധിപതിയായ കംസൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. തൃണാവർത്താദികൾ കംസന്റെ കർമ്മത്തെ ശരിവെച്ചു. അരനാഴിക കൊണ്ട് ജനങ്ങൾ രാജധാനിയിൽ നിറഞ്ഞു. മുറ്റത്ത് പരുപരുത്ത വട്ടശില ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ആ ശിലയിൽ തന്നെ കണ്ണും നട്ടു നിന്നു. മാളിക മുകളിൽ നിന്ന് കംസൻ താഴേക്കിറങ്ങി. ജനങ്ങളിൽ മ്ലാനത പരന്നു. നിശബ്ദത തളം കെട്ടി. ആരും രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. കോപം കത്തിജ്വലിക്കുകയാണ്. ജനങ്ങൾ തിക്കിക്കയറി. മരണം കാണുവാനുള്ള ആവേശം. ഒരു ഭൃത്യൻ കുഞ്ഞിനെ കംസരാജാവിൻ്റെ കരത്തിൽ കൊടുത്തു. അപ്പോഴേക്കും കുഞ്ഞുണർന്ന് കരയുവാൻ ആരംഭിച്ചു. കംസൻ പൊട്ടിച്ചിരിച്ചു. ആകാശം കിടുങ്ങുന്ന ചിരി. അമ്മമാർ വാവിട്ട് നിലവിളിച്ചു. കംസൻ കുഞ്ഞിൻ്റെ കാൽക്കുഴയിൽ പിടിച്ചു. തലകീഴായ കുഞ്ഞ് ഏങ്ങുവാൻ തുടങ്ങി. നീ എന്നെ വധിക്കുമല്ലേ? മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് ശക്തിമാനായ കംസൻ വടിവീശും പോലെ കുഞ്ഞിനെ ചുറ്റി വട്ടശിലയിൽ അടിച്ചു. അയ്യോ! കണ്ടു നിന്നവർ കണ്ണുപൊത്തി. രക്തച്ചേറുകൊണ്ട് കംസന്റെ ശരീരം ചുവന്നു. രക്തവും മാംസക്കഷ്ണവും ഒന്നിച്ചായിരുന്നു കംസനിൽ പൊതിഞ്ഞു നിന്നത്. എല്ലാവരും ഭീകരമായ ആ ദൃശ്യം കാണുവാനാകാതെ പിന്തിരിഞ്ഞു. അപ്പോഴും തുടിച്ചു തീർന്നിട്ടില്ലാത്ത ദേവകിയുടെ പുത്രൻ. അമ്മമാർ നിലവിളിച്ചു. കണ്ണുനീരിൻ്റെ കയം മധുരയിൽ തളം കെട്ടി നിന്നു.
കംസൻ കുഞ്ഞിനെ കൊല്ലുമെന്ന് ബോധ്യമായപ്പോൾ വിടവാങ്ങിയ പിതാവ് ഇതൊന്നും അറിയാതെ നടന്നുകൊണ്ടിരുന്നു. സഞ്ചരിക്കുന്ന മൃത്തികാസഞ്ചയം മാത്രമായിരുന്നു വസുദേവർ.